പ്രതീഷ്, യഥാർത്ഥത്തിൽ ഈ വീട്ടുകാർക്ക് സർക്കാരിൽ അപേക്ഷിച്ചിട്ട് MG പ്രതീഷാണ് ഈ വാർത്ത തയ്യാറാക്കിയ MG പ്രതീഷ് നമ്മുടെ പ്രതിനിധി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പ്രതീഷ്, ഇപ്പോൾ എന്താണ് സർക്കാരിൽ അപേക്ഷ കൊടുത്തിട്ട് ഇവർക്ക് വീട് കിട്ടാതെ പോയത്? SKN ഈ തദ്ദേശ ഭരണ സ്ഥാപനവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇവർ ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നേരത്തെ അപേക്ഷ നൽകിയിരുന്നില്ല എന്നതാണ്. പക്ഷേ ഈ അവസാനമായി 2018-19 കാലയളവിലൊക്കെയാണ് ഈ ലൈഫിൽ അവസാനമായി അപേക്ഷ ക്ഷണിച്ചത്. പക്ഷേ ഈ ലതിക എന്ന് പറയുന്ന വ്യക്തി ഈ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെ നേരിട്ട് പോയി അപേക്ഷയൊന്നും തന്നെ നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് കുടുംബം പറയുന്ന കാര്യം. പക്ഷേ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മറ്റ് ജനപ്രതിനിധികളുണ്ട്, പക്ഷെ അവരാരും തന്നെ ഈ ഒരു ദുരിതം കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന ദളിത് കുടുംബമാണ്. ഇവർക്ക് പല ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ്, പല സംവിധാനങ്ങൾ ഇവർക്ക് മാത്രമായി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ ഈ കുടുംബത്തെ കാണുന്നില്ല എന്നതാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യം. ഇത്രത്തോളം വർഷം ഈ ഒരു വീട്ടിലാണ് ഇവർ കഴിയുന്നത്. ഇപ്പോൾ ഈ കാലവർഷം എത്താൻ പോകുന്നു. വലിയ പേടിയാണ് ഈ കുടുംബത്തിനുള്ളത്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഈ വീട് നിലം പൊത്തും. ഈ മാത്രമല്ല ഈ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ പോലും ഇതുവരെ വാങ്ങിയിട്ടില്ല. മറ്റ് ആളുകൾ ഉപയോഗിച്ച വസ്ത്രങ്ങളാണ് ഈ കുടുംബത്തിന് നൽകുന്നത്. അത് കഴുകി ഉപയോഗിക്കുമെന്നതാണ് ഈ ലതികയുടെ മകൻ വേദനയോടെ പറഞ്ഞ കാര്യം. അത്രത്തോളം വലിയൊരു വേദന അല്ലെങ്കിൽ ഒരു നരകയാതന എന്ന് തന്നെ പറയേണ്ടി വരും ആ കുടുംബം ഇപ്പോൾ നേരിടുന്നത്. എന്തായാലും വലിയ പരിഗണന അർഹിക്കേണ്ട ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഈ അധികാരികൾ ഈ നടപടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിൽ ലതികയും ഈ രണ്ട് മക്കളും ഉള്ളത്. എന്തായാലും ഈ ഇനി നിലവിൽ PMAY പദ്ധതി പ്രകാരമുള്ള ഒരു സർവേ ഒക്കെ സംസ്ഥാനത്ത് നടന്നിരുന്നു. പക്ഷെ ഇതുവരെയും അവരെ ആ പദ്ധതിയിൽ പരിഗണിച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇനി പുതിയ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ സർക്കാരിന്റെ ഭാഗത്ത് ഒരു വീട് ഇവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളൂ. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ഒരു അവസ്ഥയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച് ഉള്ളത്. പ്രതീഷ്, നമ്മൾ അവരുടെ കൂടുതൽ വിവരങ്ങൾ തേടുക. 24 നമുക്ക് അവർക്കൊരു വീഡിയോ വെച്ച് കൊടുക്കാനുള്ള തീരുമാനമെടുക്കാം. പ്രതീഷ് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് വൈകാതെ ഈ കുടുംബത്തിന് ഇത്രയും ബുദ്ധിമുട്ടുന്ന ഈ കുടുംബം ഇനി ഒരുപാട് കാലം സർക്കാരിൻ്റെ തീരുമാനം കാത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തന്നെ 24 തന്നെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാം. ഇപ്പോൾ MG പ്രതീഷ് അത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഈ വീട് അവർക്ക് 24 നിർമ്മിച്ചു കൊടുക്കും.